ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്കൊരു യാത്ര പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു. സോ അത് പോയിട്ടുള്ള എൻ്റെ ഒരു വീഡിയോ ആണ്. സോ നമ്മൾ രാവിലെ തന്നെ ഫുഡൊക്കെ കഴിച്ച് റെഡിയായിട്ട് ഇറങ്ങി ട്രെയിൻ കയറ്റാണ് പോകുന്നത്. സോ പോകുന്ന വഴിക്ക് ഞാൻ കണ്ടിട്ടുള്ളതാണ് വലിയൊരു ആകാശം, അതേപോലെ തന്നെ നമ്മളെ മെട്രോയും ഒരു നല്ല ഭംഗിയായിരുന്നു കാണാൻ. പക്ഷെ അത്രയും ഭംഗി ഈ ഒരു വീഡിയോയ്ക്ക് ഇല്ല. സോ നിങ്ങൾ മെട്രോയിൽ കയറിയിട്ടുണ്ടോ? മെട്രോയിൽ കയറാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. കാരണം ഞാനും റീസെൻ്റായിട്ടായിരുന്നു മെട്രോയിൽ കയറിയത്. ഒരു 2 വർഷമൊക്കെ ഒരു 1.5 വർഷം മുന്നെയാണ് ആദ്യമായിട്ട് മെട്രോയിൽ കയറുന്നത്. സോ നമ്മളങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി. ടിക്കറ്റൊക്കെ എടുക്കട്ടെ കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു. സോ നിങ്ങൾക്ക് ഏത് സ്റ്റേഷനാണെന്ന് അറിയാമോ? എന്തെങ്കിലും ഒരു ഗസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. സോ നമ്മൾ 3rd പ്ലാറ്റ്ഫോമിലായിരുന്നു നമ്മളെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകണം. അങ്ങനെ ഞാൻ സ്റ്റെയർ നോക്കി നടന്നു. ഞാൻ സ്റ്റെയർ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ചയാണ് വേറൊരു ട്രെയിൻ പോവുകയാണ്. എങ്ങോട്ടേക്കുള്ള ട്രെയിനാണോ എന്തോ. അങ്ങനെ നമ്മുടെ ട്രെയിൻ വരുന്നത് നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഞാനിങ്ങനെ വിചാരിക്കും കേട്ടോ ട്രെയിൻ വരുന്നതൊക്കെ വീഡിയോ എടുക്കണം, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. സോ നമ്മളങ്ങനെ ട്രെയിൻ കയറി ഗായ്സ്. സീറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഓടുന്നത്. സോ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയില്ല. സോ നിങ്ങളാരെങ്കിലും ട്രെയിനിൽ കയറാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ആദ്യമായിട്ട് ട്രെയിൻ കയറുന്നെങ്കിൽ ഒരുപാട് വർഷം മുന്നേ ഈ പറശ്ശിനിക്കട പറയാമോ നിങ്ങൾക്ക്? സോ അവിടെ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ട്രെയിനിൽ കയറുന്നതാണ് എൻ്റെ ഓർമ്മ. അതിന് മുന്നേ പഴനിക്കൊക്കെ പോയിട്ടുണ്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്, പക്ഷെ ഒന്നും എൻ്റെ ഓർമ്മയിലില്ല. എനിക്ക് ഓർമ്മയുള്ളത് അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ട്രെയിൻ കയറിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. പിന്നെ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറി. എങ്ങനെ പോയാലും ഒരു 3 മാസത്തിൽ 2 പ്രാവശ്യം ഞാൻ ട്രെയിനിൽ എന്തായാലും കയറിയിട്ടുണ്ടായിരിക്കും. കാരണം വീട്ടിൽ പോകാനും വരാനൊക്കെ ആയിട്ട്. എനിക്ക് ട്രെയിൻ ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ആ ഒരു സൗണ്ടും അതേപോലെ അതിൻ്റെ സ്പീഡും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ട്രെയിൻ അടുത്തൂടെ വരുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഞാനാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ ട്രെയിൻ അവിടെ നിന്ന് വരുമ്പോൾ വീഡിയോ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. പക്ഷേ ട്രെയിൻ അടുത്തെത്തിയപ്പോൾ എനിക്ക് പേടിയായി. സോ നമ്മളങ്ങനെ നമ്മുടെ സ്റ്റേഷനിലെത്തി. ഇരിങ്ങാലക്കുടി ആയിരുന്നു എനിക്ക് ഇറങ്ങേണ്ടത്. സോ നമ്മളങ്ങനെ സ്റ്റേഷനിലെത്തി. ആദ്യത്തെ ബസ്സിന് പോകാനുള്ള ദൂരം ഉണ്ടായിരുന്നല്ലോ, എന്തായാലും എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ട്രെയിനിൽ വന്നത്. അങ്ങനെ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി നടന്നു. എക്സിറ്റ് നോക്കിയായിരുന്നു നടന്നത്, കാരണം ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്, എക്സിറ്റ് അറിയില്ല. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മൾ വന്ന ട്രെയിൻ പോകുന്നത് കണ്ടത്. സോ അതിനൊരു ബായൊക്കെ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് ട്രെയിൻ നോക്കി ഇങ്ങനെ നിന്നു. എനിക്ക് ട്രെയിനിൻ്റെ ഏറ്റവും ബാക്കിലായൊരു ഇൻറ്റു മാർക്കില്ലേ, അത് കാണാത്തേ പോകണം. അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ നമ്മളങ്ങനെ എക്സിറ്റ് കണ്ടുപിടിച്ചു. അത് മെയിൻ എക്സിറ്റ് അല്ല, ഒരു ചെറിയ വഴി ഉണ്ടാവില്ലേ, സോ അതാണ്. നമ്മളങ്ങനെ ചാടിക്കടന്ന് നമുക്ക് ബസ് കയറിയിട്ട് വേണം പോകാൻ. 2 ബസ് കയറണമെന്നാണ് അവിടെ ഒരു കടയിലൊരു ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞത്. സോ 2 ബസ് കയറേണ്ടതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ കഴിച്ചല്ലേ, ചെറുതായിട്ടല്ലേ കഴിച്ചുള്ളൂ. സോ അതുകൊണ്ട് രാവിലെ മിൽക്ക് കുഴിച്ചു. അങ്ങനെ ബസ്സിൽ കയറി, ആദ്യത്തെ ബസ്സിൽ കയറി. എന്നിട്ട് നമ്മൾ ഇരിങ്ങാലക്കുട ഇറങ്ങിയിട്ടാണ് കൊടുങ്ങല്ലൂർക്ക് ബസ്സിന് മാറി കയറിയത്. ഞാൻ കൊടുങ്ങല്ലൂർക്കാണ് പോകുന്നത്, അങ്ങനത് പറഞ്ഞില്ലല്ലോ അല്ലേ. ഞാൻ അമ്പലത്തിൽ പോകുമായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് പോകുമ്പം ദൈവത്തിൻ്റെ അടുത്തേക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. സോ നമ്മളങ്ങനെ എത്തി. നല്ല അത്രയും ഒരു 10, 11, 12 മണിയൊക്കെ ആയിക്കാണ് ഞങ്ങൾ എത്തിയപ്പോൾ. 11:30 ആയിക്കണം എന്തായാലും. സോ നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ പോയിട്ടുണ്ടോ കൊടുങ്ങല്ലൂരത്തിന് മുന്നേ? എനിക്ക് തോന്നുന്നു ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ പോയിട്ടുണ്ട്, അല്ലാതെ എനിക്ക് ഓർമ്മയിലില്ലായിരുന്നു. ഞാനപ്പം ഇങ്ങനെ എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ, അതായത് കുറച്ച് വളർന്ന രീതിയിൽ ഞാൻ പോകുന്നത് ഇപ്പോഴാണ്. നല്ല തിരക്കുണ്ടായിരുന്നു ആക്ച്വലി. നല്ല തിരക്കാണെന്നറിയില്ല, കാരണം അവിടെ ഉള്ളവരൊക്കെ നമ്മൾ ആ നട തുറക്കുന്ന സമയത്ത് ഒരു ക്യൂ ഉണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു കുളമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. കുളത്തിൻ്റെ അവിടെ ഇരിക്കാനൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഇത് പോയി, നട തുറന്നുകൊണ്ടേ തിരിച്ചു വരേണ്ടതുകൊണ്ട് തന്നെ ഞാൻ അധികം അവിടെ ഇതാക്കിയില്ല, ഹറിബറിയാക്കി എല്ലാം ഒന്ന് കണ്ട് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. കുളം എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കുളത്തിൽ ആരെങ്കിലും ഇറങ്ങുമോ കുളിക്കുമോ ഒന്നും അറിയില്ല,
ഓക്കെ, നല്ലതായിരുന്നു. അവിടെ കുറേ ആൽമരങ്ങളുണ്ടായിരുന്നു കേട്ടോ, നല്ല തണൽ മരങ്ങൾ, ആൽമരവും അതേപോലെ തന്നെ ആൽമരത്തിൻ്റെ അടുത്ത് അമ്പലവും. അതൊരു പ്രത്യേക ഫീലാണ്. വലിയ ആൽമരമാണ്, ആൽത്തറയൊക്കെ ഉണ്ട്. ആൽമരത്തോട് അടുപ്പിച്ച അമ്പലം കൂടെ കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക ഭംഗിയാണ് അല്ലേ. സോ അങ്ങനെ ഉച്ചയായതുകൊണ്ട് തന്നെ വിശപ്പിൻ്റെ വിളി വന്നുകൊണ്ട് നമ്മൾ പോയി ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ച് ചോറായിരുന്നു കഴിച്ചത്. ചോറ് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് കുറച്ച് നേരം കൂടെ ഇവിടെ വന്നിരുന്നപ്പോഴാണ് ഞാൻ ഈ ഒരു കല്ലിൻ്റെ ഒരു പ്രതിമ പോലത്തെ സാധനം, എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷേ രസമുണ്ടായിരുന്നു കാണാൻ. സോ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുത്തതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. രസമുണ്ടായിരുന്നു കാണാൻ. എന്താണെന്നറിയില്ല, മേ ബി ദൈവത്തെ പോലെ കാണുന്നതായിരിക്കും. സോ ഞാനിങ്ങനെ കുറേ നേരം ആൽമരത്തിൻ്റെ ചുവട്ടിലൊക്കെ ഇരുന്ന്, ആൽമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഒരു സമാധാനമല്ല. കാരണം ഒരു ചെറിയ കാറ്റത്ത് പോലും ആൽമരത്തിൻ്റെ എല്ലാം ആടുമെന്നല്ലേ പറയാം. സോ ഭയങ്കര ഒരു കാം അറ്റ്മോസ്ഫിയറാണ്. പക്ഷെ ആളുകളും ബഹളമൊക്കെ ഉണ്ടെങ്കിലും അമ്പലത്തിൽ ചെന്നിരിക്കുമ്പം വേറൊരു അറ്റ്മോസ്ഫിയറാണ് അല്ലേ. സോ ഞാൻ അങ്ങനെ ഒന്ന് റിലാക്സായിട്ട് തിരിച്ചു വന്നത് ബസ്സിനാണ്. സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ.